ഹലോ, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ 11 മണിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടതുപോലെ ജ്യോതിർഗമയ SKN40 രണ്ടാം ഘട്ടം അതിൻ്റെ തിരശ്ശീല ഉയർന്നു. കുറേ പരിപാടികൾ നമ്മൾ സംപ്രേഷണം ചെയ്ത് ബോധവൽക്കരണമാണ്. ഇന്ത്യൻ മീഡിയയിലെ ഏറ്റവും വലിയ ബോധവൽക്കരണമാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. കുറേ ആളുകൾ അതിൽ പങ്കെടുത്തു. ഇന്നു മുതൽ നമ്മൾ അതിൻ്റെ ഒരു യജ്ഞം ആരംഭിക്കുകയാണ്. നമുക്ക് കേരളത്തിലെ എല്ലാ ജനങ്ങളിലേക്കും ഈ ബോധവൽക്കരണത്തിൻ്റെ ജ്വാല എത്തിക്കണം. അപ്പോൾ അതിൽ നിങ്ങൾ അണിചേരണം. നമുക്ക് ഈ രാസവസ്തുക്കളും രാസലഹരി പ്രത്യേകിച്ച് കേരളത്തിൽ പ്രചാരത്തിലാകാത്ത സാഹചര്യം ഉണ്ടാക്കാൻ ജ്യോതിർഗമയ്ക്കൊപ്പം അണിചേരുക. പ്രൈം ടൈം ആരംഭിക്കും. പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ ഛത്തീസ്ഗഡ് പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി യുവതികളിൽ ഒരാളായ കമലേശ്വരി പ്രധാൻ രംഗത്ത് വന്നു. കന്യാസ്ത്രീകൾക്കെതിരായ മൊഴി പോലീസ് ബലമായി ഒപ്പിട്ട് വാങ്ങിച്ചു. ജീവന് ഭീഷണിയുണ്ട്. ജ്യോതി ശർമ്മ അടക്കമുള്ള ബജറംഗദൾ പ്രവർത്തകർ അവരെ മർദ്ദിച്ചു. വീട്ടിലെ സാഹചര്യം കൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരമാണ് താൻ ജോലിക്ക് പോയത്. തങ്ങളുടെ പരാതിയിൽ പോലീസ് കേസെടുക്കുമോ എന്ന കാര്യം അറിയില്ലെന്നും കമലേശ്വരി പ്രധാൻ 24 പറഞ്ഞു. അജീഷ് ജയകുമാർ ഛത്തീസ്ഗഡിൽ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ട്. സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, സിസ്റ്റർ പ്രീതി മേരി ഈ രണ്ട് മലയാളി കന്യാസ്ത്രീകൾക്കൊപ്പം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആഗ്രയിലേക്ക് പുറപ്പെടാനെത്തിയ 3 പെൺകുട്ടികളിൽ ഒരാളാണ് കമലേശ്വരി പ്രധാൻ. ഛത്തീസ്ഗഡിലെ നാരായൺപൂർ സ്വദേശിയാണ് കമലേശ്വരി പ്രധാൻ. ഈ കമലേശ്വരി പ്രധാനാണ് സ്റ്റേഷനിൽ വെച്ച് മൊഴി മാറ്റിയതിനനുസരിച്ച് ഈ 2 കന്യാസ്ത്രീകൾക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തപ്പെട്ടത്. ആ കമലേശ്വരി പ്രധാൻ പിന്നീട് മാറ്റി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കമലേശ്വരി പ്രധാൻ ഇപ്പോൾ 24-നൊപ്പം ചേരുകയാണ് നേരിട്ട്. उस दिन क्या हुआ ये रेलवे स्टेशन पे? हम लोग बैठे थे सर, तो बजरंग दल वाले आए और हमें धक्का मुक्की करते हुए अंदर रेलवे पुलिस के पास ले गए सर, और बाहर से बंद कर दिए. और इसलिए इसी के साथ क्या क्या हुआ उधर? बहुत मारपीट हुआ सर, और मारपीट की सर, और बोलने लगी कि तुम लोग घोड़ गवार नीच लोग जाति हो सर बोल के बोल रहे थे सर. नीचे इस तरह के जाति लोग हो बोल रहे थे सर, और बहुत मार रही थी सर, और बहुत गाली गंदा बक रही थी सर. क्यों मारा आपको? नहीं मालूम सर क्यों मारी, तो बहुत मारी सर, और हमारे तीनों सहेली को भी मारी और भैया को भी बहुत मारे. ज्योति शर्मा और पूरा बजरंग दल आदमी आपको मारो, वो पूरा तीन लड़कियों को मारा? जी सर, मतलब मैं भी अकेले मारे सर, उन लोग बाहर थे सर. जाने के लिए मामा पापा को अनुमति है ना? जी सर, मैं अपनी मम्मी पापा को अनुमति लेकर जा रही थी सर, और उन लोग मेरे को पैसा भी दिए थे कि अच्छा से जाना बेटा बोल के. वो बजरंग दल आदमी लोग बोलो आपको धर्म परिवर्तन के लिए साथ उधर आ गया. नहीं सर, ये सब गलत है. धर्म परिवर्तन है. मैं अपने मर्जी से, अपनी मम्मी पापा की मर्जी से जा रही थी सर. ये धर्म परिवर्तन नहीं है, न मानव तस्करी नहीं है, सब झूठा अगवा है सर. पुलिस वाला आदमी उधर कुछ नहीं सकता? कुछ नहीं कर रहे थे सर, खड़े खड़े देख रहे थे सर. उन लोग को भी डरा रही थी सर. बजरंग दल वाली में सिर्फ देख रहे हो? पुलिस वाला खड़े खड़े देख रहे थे सर, कुछ नहीं कर रहे थे. मार रहे थे, पीट रहे थे, तो उन लोग भी नहीं बोल रहे थे कि बच्चों को मत मारो, ये कानूनी अपराध है बोल के बोल रही थी. नहीं बोल रहे थे सर उन लोग भी. और आज बजरंग वाला को ऊपर कोई कंप्लेंट बता दिया? जी सर, मैं कंप्लेंट की हूँ कि उन लोग को कड़ी से कड़ी सजा मिले सर. जो हम लोग के साथ हुआ किसी लड़की के साथ मत हो सर. अभी बजरंग लोग को कोई परेशान है ना आपको? तीनों लड़कियों के? जी सर. क्या परेशान है? उन लोग को देखने से डर लगता है सर. उन लोग बहुत डर लगता है सर. अब मेरी सहेली बोल रही थी कि मेरे को आत्महत्या करने भाता है बोल रही थी सर. കമലേശ്വരി പ്രധാനാണ് 24-നോട് സംസാരിച്ചത്. അവർ പറയുകയാണ്, അവർ അന്ന് സ്റ്റേഷനിൽ ബജരംഗ് ദൾ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തി മർദ്ദിച്ചു. അതിനെ തുടർന്നാണ് അന്ന് മൊഴി മാറ്റേണ്ടി വന്നത്. മാത്രമല്ല അവർക്കെതിരെ ഇപ്പോൾ കംപ്ലൈൻറ്റും കൊടുത്തിട്ടുണ്ട്. ഓർച്ച പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുത്തത് എന്നുകൂടി പറയുകയാണ് കമലേശ്വരി പ്രധാൻ. നാരായൺപൂരിൽ നിന്നും ജിജീന്ദ്രനൊപ്പം അജീഷ് ജയകുമാർ, 24. കന്യാസ്ത്രീകളുടെ അറസ്റ്റിന് ശേഷം യുവതികൾക്ക് ഭീഷണിയുണ്ടെന്ന് CPI നാരായൺപൂർ അസിസ്റ്റന്റ് സെക്രട്ടറി ഭൂൽസിംഗ് 24-നോട് പറഞ്ഞു. യുവതികൾക്ക് ഉറക്കമില്ല, ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിക്കുന്നുണ്ടെന്നാണ് ഭൂൽസിംഗ് 24-നോട് പറഞ്ഞത്. जी अभी परेशान है, इतना बड़ा घटना इनके साथ हुआ है जो इनको नींद नहीं आता है. कई दूसरी लड़की तो बोल रही थी सुसाइड करने का मन करता है. तो ये गंभीर विषय है, इस पर सरकार को जल्दी से
एफआईआर दर्ज करना चाहिए ज्योति शर्मा के ऊपर में। अभी तो परेशान नहीं आया, तो इनको वहाँ पर रेलवे स्टेशन में दबाव बनाकर बोला, अगर आप झूठ बोल के नहीं बोलोगे, हम जैसा बोलेंगे वैसा नहीं बोलोगे, आपके ऊपर कभी भी हमको रेप कर देंगे, ऐसा बोल के दबाव बना के रजिस्टर्ड किया है एफआईआर। പല ജില്ലകളിലും കാര്യമായി മഴ പെയ്യുന്നുവെന്ന് പ്രേക്ഷകർ പറഞ്ഞു. എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, ഇങ്ങനെ പല സ്ഥലങ്ങളും, കൊല്ലത്തുമൊക്കെ തന്നെ നല്ല മഴ പെയ്യുന്നു. ഇവിടെയൊക്കെ അവധിയുണ്ടോ എന്നൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. മഴയെക്കുറിച്ചും അവധിയെക്കുറിച്ചുമൊക്കെ നമുക്ക് പിന്നാലെ വരാം. ഇതുവരെയൊന്നും അവധി പ്രഖ്യാപിച്ചതായിട്ട് കാണുന്നില്ല. ജയിൽ മോചിതരായെങ്കിലും കന്യാസ്ത്രീകൾക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയുള്ള കേസുകളിൽ ആശങ്ക ബാക്കിയാകുന്നു. കേസ് റദ്ദാക്കാൻ ഇനിയും കോടതി കയറിയിറങ്ങേണ്ടി വരുമെന്നാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. കന്യാസ്ത്രീകൾക്കെതിരായ നടപടിയിൽ കേന്ദ്രത്തിനും BJPക്കുമെതിരെ വിമർശനം തുടരുകയാണ് കത്തോലിക്ക സഭ. കേസുമായി ബന്ധപ്പെട്ട BJP ഇടപെടലിൽ വിമർശനവുമായി സംഘപരിവാർ മതാചാര്യൻ സ്വാമി ചിദാനന്ദപുരിയും രംഗത്തു വന്നു. കന്യാസ്ത്രീകൾക്കുള്ള ജാമ്യം താത്കാലിക ആശ്വാസം മാത്രമെന്ന് കുടുംബവും സഭയും പറയുന്നു. കേസ് റദ്ദാക്കിയാലേ സമാധാനമാകൂവെന്ന് കുടുംബാംഗങ്ങൾ. ഒരു തെറ്റും ചെയ്യാത്തവര് എന്നെ കോടതിയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര വലിയ തെറ്റ് ചെയ്തവരും രാജ്യദ്രോഹവും തീവ്രവാദികളൊക്കെ പോകുന്ന ഒരു കോടതിയാണ്. ആ ഒരു കോടതിയിലേക്കാണ് നമ്മുടെ ചേച്ചിമാരെ സിസ്റ്റേഴ്സിനെ വലിച്ചഴച്ചത്. കന്യാസ്ത്രീകൾക്കെതിരായ നടപടിയിൽ ഇരിങ്ങാലക്കുട രൂപതയിൽ ഇടയലേഖനം വായിച്ചു. കന്യാസ്ത്രീകളുടെ മോചനത്തിൽ കേന്ദ്ര സർക്കാരോ ഛത്തീസ്ഗഡ് സർക്കാരോ ഇടപെടലുകൾ നടത്തിയിട്ടില്ലെന്നാണ് വിമർശനം. ബജറംഗള്, സംഘപരിവാര് തുടങ്ങിയിട്ടുള്ള മത രാഷ്ട്രീയ തീവ്രവാദ സംഘടനകളുടെ പേരിൽ, TTEയുടെ പേരിൽ, പരസ്യ വിചാരണ ചെയ്തവരുടെ പേരിൽ കേസ് ചാർജ് ചെയ്യേണ്ടത് സഭ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. വിവിധ രൂപതകളുടെ നേതൃത്വത്തിൽ ഇന്നും പ്രതിഷേധ പ്രകടനങ്ങളുണ്ടായി. കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് കത്തോലിക്ക സഭാ മുഖപത്രം ദീപിക രംഗത്തെത്തി. അതേസമയം വിഷയത്തിൽ BJP നേതൃത്വത്തെ വിമർശിച്ച് കുളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദപുരി രംഗത്തെത്തി. കുറ്റവാളി ആരെന്ന് ഇനി രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തീരുമാനിക്കും എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. 24 കൊച്ചി. അതേപോലെ മറ്റൊരു ഡെവലപ്മെന്റ് ഉള്ളത് വയനാട്ടിൽ ബജറംഗ് ദൾ കൊലവിളിയിൽ പോലീസ് കേസെടുത്തു. ഹിന്ദു വീടുകളിൽ കയറിയാൽ കാൽ വെട്ടുമെന്ന് പാസ്റ്റർക്കെതിരെ ഭീഷണി മുഴക്കിയ സംഭവത്തിലാണ് ഈ നടപടി. ഏപ്രിലുണ്ടായ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതോടെയാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ഇല്ല അവിടെ ഈ ആക്ഷൻ സോങ് ഏത് ദൈവത്തിന്റെ പേരിൽ നടത്തുന്നത്? യേശുവിന്റെ പേരിൽ. എന്തുകൊണ്ട് ചേട്ടൻ ഹിന്ദു വീടുകളിൽ കയറി കാലുവിട്ട് അടിയല്ല, അടിയോട് കാര്യമില്ല. പൂതാടി സ്വദേശിയെ പാസ്റ്ററുടെ വാഹനം തടഞ്ഞ് ബത്തേരി ടൗണിൽ വെച്ചായിരുന്നു കയ്യേറ്റ ശ്രമം. ബജ്രംഗ് ദൾ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. കഴിഞ്ഞ ഏപ്രിലിൽ വെക്കേഷൻ ക്ലാസ്സിലേക്ക് കുട്ടികളെ ക്ഷണിക്കാനാണ് ചെറുകാട് ആദിവാസി ഉന്നതിയിലേക്ക് പാസ്റ്റർ പോയത്. മടങ്ങുമ്പോഴായിരുന്നു ഭീഷണി. കലാപത്തിനുള്ള നീക്കം തടഞ്ഞുവെക്കൽ, സംഘം ചേർന്നുള്ള ഭീഷണി തുടങ്ങി BNSലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. നേരത്തെ പരാതി ഇല്ലാത്തതിനെ തുടർന്നാണ് കേസെടുക്കാതിരുന്നത്. പാസ്റ്ററുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാകും തുടർ നടപടികൾ. കണ്ടാലറിയാവുന്ന ആളുകൾക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. 24 വയനാട്. കേരളത്തിലെ പല ജില്ലകളിലും അത്യാവശ്യം മഴ പെയ്യുന്നു എന്നാണ് നമുക്ക് കമന്റ് ബോക്സിൽ ഇത് മനസ്സിലാകുന്നത്. പവിത്രൻ പാതിരപ്പറ്റ പറയുന്നു, SKN ഇതുവരെ മഴയില്ലായിരുന്നു, താങ്കൾ വന്നു മഴ തുടങ്ങി. ഇപ്പോൾ ചാലക്കുടി അതിരപ്പള്ളിയിലൊക്കെ കനത്ത മഴയാണ്. 4 മണിക്കൂറിനുള്ളിൽ 90 മില്ലിമീറ്റർ മഴ പെയ്തു എന്നാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ട്. പെരിങ്ങൽകുത്ത് ഡാമിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നു എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുവെന്നും ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ അതിരപ്പള്ളിയുടെ വാച്ച്മരം ഭാഗത്തേക്ക് തോട് കരകവിഞ്ഞൊഴുകുന്നുണ്ട്. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ നിരവധി വാഹനങ്ങൾ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് വാർത്ത. 2 മണിക്കൂറായി KSRTC ബസ് ഉൾപ്പെടെ വാഹനങ്ങൾ റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്നു എന്നും വാർത്തയുണ്ട്. അതുവഴിയൊക്കെ സഞ്ചരിക്കുന്ന ആളുകൾ കൂടുതൽ കെയർഫുൾ ആവുക. ചേർത്തലയിൽ ദുരൂഹതയേറ്റി തിരോധാന കേസുകൾ. 5 കൊല്ലം മുമ്പ് ചേർത്തലയിൽ നിന്ന് സിന്ധു എന്ന വീട്ടമ്മയെ കാണാതായ സംഭവവും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. സെബാസ്റ്റ്യൻ പ്രതിയായ മറ്റ് തിരോധാന കേസുകൾക്ക് സിന്ധു തിരോധാനവുമായി സാമ്യമുണ്ട് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ്. സെബാസ്റ്റ്യന് സഹായിയായ ഒരു സ്ത്രീയുണ്ടെന്ന് കാണാതായ ഐഷയുടെ ബന്ധു വെളിപ്പെടുത്തി. 2020 ഒക്ടോബർ 19 ചേർത്തല വള്ളാകുന്നം സ്വദേശിനി സിന്ധുവിനെ കാണാതാകുന്നത്. മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ച ശേഷം ക്ഷേത്ര ദർശനത്തിനെന്ന് പറഞ്ഞു പോയ സിന്ധു തിരിച്ചു വന്നില്ല. അർത്തുങ്കൽ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനാകാതെ 2023 അന്വേഷണം അവസാനിപ്പിച്ചു. ഈ കേസിലാണ് പുനരന്വേഷണം. സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഇതുവരെ കാണാതായ സ്ത്രീകളുടെ സമാന പശ്ചാത്തലമാണ് സിന്ധുവിന്റേതും. ഇതോടെയാണ് ഈ കേസിലും സെബാസ്റ്റ്യന് പങ്കുണ്ടോ എന്ന് അന്വേഷണം.
അതിനിടെ തിരോധാന കേസുകളിൽ സെബാസ്റ്റ്യന് സഹായികളുണ്ടെന്ന വെളിപ്പെടുത്തലുമായി കാണാതായ ഐഷയുടെ സഹോദരപുത്രൻ ഹുസൈൻ രംഗത്തെത്തി. ഒരു സ്ത്രീയാണ് സെബാസ്റ്റ്യന്റെ പങ്കാളിയെന്ന കുടുംബം അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. ഇതിനകത്ത് ദുരൂഹതയുണ്ട്. ദുരൂഹത ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ആള് വീട്ടിൽ ആഹാരം വെച്ചിട്ട് പോയ ആള് പെട്ടെന്ന് മിസ്സിംഗ് ആകുന്നു. സെബാസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ റൂട്ട് നടക്കുന്നതാണ്. സെബാസ്റ്റ്യൻ വരുന്നുണ്ട്, സെബാസ്റ്റ്യൻ അവിടെ ബന്ധമുണ്ട്. പക്ഷേ ഐഷയായിട്ട് ബന്ധം, ഏറ്റവും കൂടുതൽ ബന്ധമെന്ന് പറയുന്നത് വസ്തുതാർഹമാണ്. ഐഷയായിട്ട് ബന്ധമില്ല. ബന്ധമുള്ള ആൾക്കാരാണ് ഈ ഐഷയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. സെബാസ്റ്റ്യന്റെ വീട്ടിൽ നാളെ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തും. സെബാസ്റ്റ്യന്റെ സാന്നിധ്യത്തിലാവും പരിശോധന. വീടിനുള്ളിലോ പുറത്തോ മൃതദേഹാവശിഷ്ടങ്ങൾ കുഴിച്ചിട്ടതായുള്ള സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. 24 ആലപ്പുഴ. അലി അക്ബർ പറഞ്ഞ SKN ഈ ജ്യോതിർഗമയിൽ ലഹരി വിഷയത്തോടൊപ്പം സ്ത്രീധന പ്രശ്നം കൂടി കൊണ്ടുവരണം. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് നോക്കാം. ഈ ജ്യോതിർഗമയെ ഇപ്പം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഈ ലഹരി പ്രചരിക്കുന്നത് തന്നെയാണ്. നമുക്കെല്ലാം കൂടി എടുത്ത് കോംപ്ലിക്കേറ്റ് ആകാതെ നമുക്ക് ഒന്നൊന്നായി പരിശോധിക്കാം. മാത്രമല്ല ഇതിനൊക്കെ റിസൾട്ട് വേണ്ടേ? നമ്മൾ വെറും പ്രചാരണം നടത്തിയാൽ മാത്രം മതിയോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ ഒറ്റ വിഷയമായിരിക്കും ഏറ്റവും എളുപ്പം. അതങ്ങനെ തന്നെ വേണം. കാര്യം അടിയന്തരമായ സാഹചര്യം കേരളത്തിൽ ഈ രാസലഹരി പടരുന്നത് തന്നെയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട സാനുമാഷിനി ദീപ്തസ്മരണ. കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് പ്രൊഫസർ MK സാനു ഇനി തിളക്കമേറിയ നക്ഷത്രം. ഇന്ന് വൈകുന്നേരം എറണാകുളം രവിപുരം ശ്മശാനത്തിലായിരുന്നു ഔദ്യോഗിക ബഹുമതികളോടെ അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി ആളുകൾ പ്രൊഫസർ MK സാനുവിന് ആദരം അർപ്പിച്ചു. അറിവിന്റെ കടലാഴമായിരുന്ന പ്രൊഫസർ MK സാനുമാഷിന് കേരളം വിട നൽകി. മലയാള സാംസ്കാരിക ജീവിതത്തിലെ സൗമ്യദീപ്തം ഇനി അസ്തമിക്കാത്ത വഴിവെളിച്ചം. എറണാകുളം രവിപുരം ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. എറണാകുളം കാരിക്കാമുറിയിലെ വസതിയായ സന്ധ്യയിലും ടൗൺ ഹാളിലും നിരവധി പേരാണ് പ്രിയപ്പെട്ട സാനുമാഷിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മന്ത്രിമാർ, നേതാക്കൾ, ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ, ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള, 24 വേണ്ടി PP ജെയിംസ്, അനുജ രാജേഷ് തുടങ്ങിയവരും സാനുമാഷിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇന്നലെ വൈകിട്ട് കൊച്ചിയിലെ അമൃത ആശുപത്രിയിലായിരുന്നു പ്രൊഫസർ MK സാനുവിന്റെ വിയോഗം. അധ്യാപകൻ, നിരൂപകൻ, എഴുത്തുകാരൻ, പ്രഭാഷകൻ, ജനപ്രതിനിധി തുടങ്ങി 8 പതിറ്റാണ്ടിലേറെ നിറഞ്ഞുനിന്ന ജീവിതമായിരുന്നു MK സാനുവിന്റേത്. 24 കൊച്ചി. ഗുരുസാഗരമായിരുന്നു അദ്ദേഹം. നമുക്കറിയുന്ന പോലെ ഈ സാഗരം ശാന്തമായി അദ്ദേഹം എന്നേക്കുമായി നിത്യനിദ്രയിലേക്ക് വിലയിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ശൂന്യത അനുഭവപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ അദ്ദേഹം അവശേഷിപ്പിച്ചു പോയ കുറേ അധികം നല്ല ഗ്രന്ഥങ്ങളുണ്ട്. ആ പുസ്തകങ്ങളിലൂടെ അദ്ദേഹം ജീവിക്കുക തന്നെ ചെയ്യും. കാര്യം സാനുമാഷ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കാത്ത, ഒരിക്കലും വിദ്യാർത്ഥികളായിട്ടില്ലാത്ത ആളുകൾക്കും അദ്ദേഹം സാനുമാഷായിരുന്നു. ഒരു അധ്യാപകൻ്റെ ഉയർച്ച എന്താണെന്ന് മനസ്സിലാക്കി ജനങ്ങളോട് പെരുമാറിയ സാമൂഹ്യ പ്രവർത്തകനും അതുപോലെ വിമർശകനുമായിരുന്നു MK സാനു. ഇനി കാലാവസ്ഥ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ഈ മാസം 7-ാം തീയതി വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അലക്സ് റാം, പല ജില്ലകളിലും മഴ കാര്യമായി പെയ്യുന്നുവെന്ന് നമ്മുടെ പ്രേക്ഷകർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു. അതേസമയം അവധിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. കളക്ടറേറ്റ് ഉറങ്ങുകയാണോ എന്നവിടെ പതിവ് ചോദ്യം വന്നിട്ടുണ്ട്.
ഏതെങ്കിലും ജില്ലയിൽ അവധി പ്രഖ്യാപിക്കുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? അതുപോലെ ഈ ചാലക്കുടി പുഴയിലൊക്കെ തന്നെ ജലനിരപ്പ് ഉയരും, അതുകൊണ്ട് ഏതെങ്കിലും ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തുന്നോ അങ്ങനെ എന്തെങ്കിലും അറിയിപ്പ് വന്നിട്ടുണ്ടോ? എസ് കെ എൻ, ഗുഡ് ഈവനിങ്. എസ് കെ എനിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, അടുത്തൊരു 5 ദിവസം സംസ്ഥാനത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, മഴയെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഈ തെക്കൻ കേരളത്തിൽ ആരംഭിച്ച് മധ്യ കേരളത്തിൽ അടുത്ത ദിവസങ്ങളിൽ ശക്തിയാർജിച്ച് ഈ 4ാമത്തെ 5ാമത്തെ ദിവസം വടക്കൻ കേരളത്തിൽ ശക്തിയാർജിക്കുന്ന തരത്തിലായിരിക്കും മഴ എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ബംഗാൾ ഉൾക്കടലിൽ ഒരു ചക്രവാത ചുഴി ഈ തമിഴ്നാട് തീരത്തിന് സമീപം നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ സ്വാധീനമാണ് സംസ്ഥാനത്ത് മഴ കനക്കാൻ കാരണം ഈ ദിവസങ്ങളിൽ എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇന്നടക്കം അടുത്ത 3 ദിവസങ്ങളിൽ സംസ്ഥാനത്തെ 14 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഈ ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. എസ് കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 7 ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് അത്തരത്തിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുള്ളത്. മറ്റ് 7 ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ യെല്ലോ അലേർട്ടും ഇന്ന് നൽകിയിട്ടുണ്ട്. നാളെയാകട്ടെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ ജില്ലകളിൽ നാളെ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബാക്കി എല്ലാ ജില്ലകളിലും നാളെ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേക ശ്രദ്ധ ഈ മേഖലയിൽ, പ്രത്യേകിച്ച് മലയോര മേഖലയിലടക്കം പുലർത്തേണ്ടതുണ്ട്. മാത്രമല്ല ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ടെന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമല്ല എസ് കെ എൻ, പലയിടങ്ങളിൽ പ്രത്യേകിച്ച് മലയോര മേഖലയിലും തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും മലയോര മേഖലയിൽ കാര്യമായി മഴ പെയ്യുന്നുണ്ട്. നദികളിലേക്കുള്ള നീരൊഴുക്ക് പലയിടങ്ങളിലും വർദ്ധിച്ചിട്ടുണ്ട്. ഈ അതിരപ്പള്ളിയിലൊക്കെ നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. 4 മണിക്കൂറിൽ ഏതാണ്ട് 90 മില്ലിമീറ്റർ മഴ മേഖലയിലാകെ പെയ്തിട്ടുണ്ട്. പെരിങ്ങൽകുത്ത് ഡാമിൻ്റെ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. നിലവിൽ ഡാമുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടില്ല. അത് ജില്ലാ ഭരണകൂടമായിരിക്കും അതാത് ബന്ധപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുക. എന്നാണെങ്കിൽ മഴ തുടരാൻ സാധ്യതയുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. ചില സമയങ്ങളിൽ ഇടിമിന്നലിന് കൂടി സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. ജാഗ്രത തുടരണം. തീരവുമായി ബന്ധപ്പെട്ടും പ്രധാനപ്പെട്ട ജാഗ്രതാ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 7-ാം തീയതി വരെ ആ വിലക്ക് തുടരും. കാരണം കടലിൽ ശക്തമായ കാറ്റിന് മണിക്കൂർ പരമാവധി 60 കിലോമീറ്ററൊക്കെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലാകട്ടെ ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് കൂടി ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. എസ് കെ. ഓക്കെ, താങ്ക് യു അലക്സ് റാം മൂപ്പനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഒരു അപകടത്തിൻ്റെ വാർത്ത വരുന്നു. പത്തനംതിട്ടയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. പെരിനാട് സ്വദേശി നന്ദു മോഹനാണ് മരിച്ചത്. 27 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അമിത വേഗത്തിലെത്തിയ കാർ മറ്റൊരു വാഹനത്തെ മറികടക്കുമ്പോഴാണ് ഈ അപകടം നടന്നത് എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ അറിയിക്കുന്നത്. എന്തായാലും ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ പൊലിഞ്ഞു. നന്ദുമോഹനൻ 27 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം റോഡിൽ പൊലിഞ്ഞു എന്നുള്ള ഏറ്റവും സങ്കടകരമായ വാർത്തയാണ് ഈ മണിക്കൂറിൽ വരുന്നത്. ചാലക്കുടി അതിരപ്പള്ളിയിൽ കനത്ത മഴ തുടരുകയാണ്. 4 മണിക്കൂറിനുള്ളിൽ 90 മില്ലിമീറ്റർ മഴ പെയ്തുവെന്നാണ് കണക്ക്. പെരിങ്ങൽകുത്ത് ഡാമിൽ ജലനിരപ്പ് ഉയർന്നു. വാച്ച്മരം ഭാഗത്ത് തോട് കരകവിഞ്ഞൊഴുകുകയാണ്. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ നിരവധി വാഹനങ്ങൾ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നു. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. സൂരജ്, അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ്? എസ് കെ എൻ, അതിരപ്പള്ളിയിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ഒടുവിലത്തെ റിപ്പോർട്ട്. 4 മണിക്കൂറിനുള്ളിൽ 90 മില്ലിമീറ്റർ മഴയാണ് പെയ്തിരിക്കുന്നത്. ഇതോടുകൂടി ചാലക്കുടി പുഴയിലടക്കം ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഈ ആശങ്കയായി പ്രദേശവാസികളടക്കം പങ്കുവെക്കുന്നത് ഈ പെരിങ്ങൽകുത്ത് ഡാമിലെ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നതാണ്. അതിന് മുകളിലായി പറമ്പിക്കുളവും ഷോളയാറും, അതും ജലനിരപ്പ് വലിയ രീതിയിൽ തന്നെ ഉയർന്നു നിൽക്കുന്ന 2 ഡാമുകളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ മഴ ഈ മേഖലയിൽ ശക്തമായി തന്നെ തുടരുകയാണെങ്കിൽ ഷോളയാറിലും പറമ്പിക്കുളത്തും പെരിങ്ങൽകുത്തിലും ഒരുപോലെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് തന്നെ ഈ പെരിങ്ങൽകുത്ത് ഡാമിലെ വെള്ളം ജലനിരപ്പ് അടിയന്തരമായി കുറയ്ക്കണം എന്നൊരു ആവശ്യമാണ് ഈ പ്രദേശവാസികളടക്കം പങ്കുവെക്കുന്നത്. അതോടൊപ്പം ഒരു പ്രധാന വെല്ലുവിളിയായി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഈ വാച്ചുമരം കോളനിക്ക് സമീപം വാച്ചുമരം ഭാഗത്ത് ഈ തോട് കരകവിഞ്ഞൊഴുകുകയാണ്. ആ മേഖല എന്ന് പറയുന്ന ഒരു താഴ്ന്ന പ്രദേശമാണ്. പക്ഷേ അതിലൂടെ ഒരു തോട് ഒഴുകിപ്പോകുന്നുണ്ട്. ഈ തോട്ടിലെ ജലനിരപ്പ് വലിയ രീതിയിൽ ഉയർന്നു. അതായത് ഈ വനമേഖലയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഈ ഉരുളുപൊട്ടി
പൊട്ടിയതോ മറ്റ് സംഭവങ്ങളോ ഉണ്ടായതുകൊണ്ടായിരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന നിഗമനം. അങ്ങനെയെങ്കിൽ ഈ വാച്ചുമരം ഭാഗത്ത് ജലനിരപ്പ് ഉയർന്നതോടുകൂടി KSRTC ബസ് അടക്കം 2 മണിക്കൂറിലേറെയായി കുടുങ്ങിക്കിടക്കുകയാണ്. ഈ ബസ്സിലെ യാത്രക്കാരൻ തന്നെയാണ് നമ്മളെ വിളിച്ച് ഈ വിവരം ധരിപ്പിച്ചത്. എന്തായാലും ഇപ്പോൾ അവരെ ബന്ധപ്പെടാൻ നമുക്ക് കഴിയുന്നില്ല. എന്തായാലും നിരവധി വാഹനങ്ങൾ ഈ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു നമുക്ക് ഒടുവിൽ ലഭിച്ച വിവരം. എന്തായാലും പോലീസുമായെല്ലാം ബന്ധപ്പെടുന്നുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. ഈ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളെല്ലാം സ്വീകരിച്ചു വരുന്നുവെന്ന് വനംവകുപ്പും അറിയിക്കുന്നുണ്ട്. എന്തായാലും ശക്തമായ മഴ തന്നെ ഇപ്പോൾ ഈ അതിരപ്പള്ളി മേഖലയിൽ തുടരുകയാണ്. സ്കേൻ സൂര്യസജിയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പല ജില്ലകളിലും അവധിയുണ്ടോ എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ കമന്റ് ബോക്സിൽ ചോദിക്കുന്നു. ഇതുവരെ ഒരു സ്ഥലത്തും അവധി പ്രഖ്യാപിച്ചിട്ടില്ല. അവധി പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യമുള്ളതായി ജില്ലാ ഭരണകൂടത്തിന് തോന്നിയതായി അറിയുന്നില്ല. ഇനിയൊരു ഇടവേളയാണ്. ഇടവേള കഴിയുമ്പോൾ ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന സിനിമാ കോൺക്ലേവിലെ അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശം വിവാദത്തിലായി എന്ന വാർത്ത. സ്ത്രീകളായതുകൊണ്ട് മാത്രം സിനിമ നിർമ്മിക്കാൻ സർക്കാർ പണം കൊടുക്കരുത് എന്നാണ് അടൂർ എന്ന സിനിമാ കോൺക്ലേവിൽ പറഞ്ഞത്. ഈ വാർത്തയിലേക്കും വിവാദത്തിലേക്കും വരാം. ഇടവേള കഴിഞ്ഞ് ബ്രേക്ക്. ഒരുപാട് കുട്ടികൾ അവധിയുണ്ടോ എന്ന് ചോദിച്ച് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുമ്പോൾ മോമു എന്നൊരാൾ പറഞ്ഞിരിക്കുക, എൻ്റെ ക്ലാസ്സിലെ ടീച്ചർ വരെ ഇവിടെ കമൻറ്റ് ഇടാൻ വന്നിട്ടുണ്ട് അവധിയുണ്ടോ എന്ന് ചോദിച്ച്. കുട്ടികൾ വിചാരിച്ചു നിങ്ങൾക്ക് മാത്രമേ ഈ അവധിക്ക് താല്പര്യമുള്ളൂ. അവധി താല്പര്യമുള്ള അധ്യാപകരും ഉണ്ട്. എല്ലാവരും അങ്ങനെയല്ല. കൂടുതൽ അധ്യാപകരും നന്നായി പഠിപ്പിക്കാൻ താല്പര്യമുള്ളവർ തന്നെയാണ്. ഇനി മറ്റു വാർത്തകളിലേക്ക്. സിനിമാ കോൺക്ലേവിലെ അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശം വിവാദത്തിലായി. സ്ത്രീകളായതുകൊണ്ട് മാത്രം സിനിമ നിർമ്മിക്കാൻ സർക്കാർ പണം നൽകരുതെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. സിനിമയെടുക്കാൻ ദളിത് വിഭാഗങ്ങൾക്കും പരിശീലനം നൽകണമെന്നും അദ്ദേഹത്തിൻ്റെ പരാമർശമുണ്ടായി. ഗവൺമെൻറ് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിന് കൊടുക്കുന്ന ഒരു പണമെടുക്കാൻ കൊടുക്കുന്ന തുക 1.5 കോടി രൂപയാണ്. ഇത് ഞാൻ ഒരിക്കൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇത് കറപ്ഷൻ ഉണ്ടാക്കാനുള്ളൊരു വഴി ഉണ്ടാക്കുകയാണ് ഗവൺമെൻറ്. പക്ഷെ അത് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈ ഇവരെ തിരഞ്ഞെടുക്കുമ്പോഴേ വളരെ നിർബന്ധമായിട്ട് എനിക്കൊരു ശുപാർശ ചെയ്യാനുണ്ട്. ഷെഡ്യൂൾ കാസ്റ്റിൽപ്പെട്ട ആളുകൾ നല്ലൊരു അതിൻ്റെ പിന്നിലുള്ള മനസ്സ് വളരെ നല്ലതാണ്, അതിൻ്റെ ഉദ്ദേശം വളരെ നല്ലതാണ്. പക്ഷേ അവർക്ക് കുറഞ്ഞതൊരു 3 മാസത്തെ ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കണം, പരിശീലനം കൊടുക്കണം സിനിമ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതിന്. അതുപോലെ തന്നെയാണ് സ്ത്രീകൾക്കുള്ളത്. ഒരു സ്ത്രീ ആയിരുന്നതുകൊണ്ട് മാത്രം സിനിമ എടുപ്പിക്കാൻ പണം കൊടുക്കരുത്. ഈ സ്ത്രീ ആയാലും അവർക്കും കൊടുക്കണം ഈ പരിശീലനം. വളരെ പ്രധാനമാണ്. സ്ത്രീ സംവിധായകർ നമുക്ക് വേണം. നമുക്ക് 1-2 പേരുണ്ട്, അവർ നല്ല മിടുക്കരാണ്. പക്ഷേ അതുപോലെയുള്ള പുതിയ ആളുകൾ വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ എല്ലാ പ്രയാസങ്ങളും അറിഞ്ഞ് വേണം പടമെടുക്കാൻ. അടൂരിന്റെ നിർദ്ദേശത്തെ ദുർവ്യാഖ്യാനം ചെയ്തതെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഇന്ന് പറഞ്ഞു. പരാമർശം അധിക്ഷേപിക്കാൻ വേണ്ടി നടത്തിയതല്ലെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത് വേറെ ധാരണയിലല്ല. അദ്ദേഹം പറഞ്ഞത് അതിനാവശ്യമായ ട്രെയിനിങ് കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ട്രെയിനിങ് കൊടുത്ത് നല്ല സിനിമകൾ ഉണ്ടാകണം. അദ്ദേഹം ലോകപ്രസിദ്ധനായ ഒരു സിനിമാ രംഗത്തെ അധികായകനല്ലേ. അദ്ദേഹം പറഞ്ഞൊരു അഭിപ്രായത്തെ നമ്മളെന്തിനാ തെറ്റായി വ്യാഖ്യാനിക്കുന്നത്? അതിനകത്ത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യം ഉൾക്കൊള്ളുക. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഇവിടെ ഈ വേദി എന്ന് പറയുന്നത് എല്ലാവർക്കും അഭിപ്രായം പറയാവുന്ന വേദിയാണ്. ആ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ സ്വീകരിക്കാവുന്ന സ്വീകരിക്കും. അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശത്തിനെതിരെ സദസ്സിൽ നിന്ന് തന്നെ പ്രതിഷേധമുണ്ടായി. സലീം മാലിക് തിരുവനന്തപുരം വിവരങ്ങളുമായി ചേർന്നു. പറയൂ സലീം. എസ്കേൻ, വലിയ വിമർശനമാണ് അടൂർ ഗോപാലകൃഷ്ണൻ സിനിമാ കോൺക്ലേവിന്റെ സമാപന വേദിയിൽ നടത്തിയ പരാമർശത്തിനുണ്ടാകുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സിനിമ നിർമ്മിക്കാനായി പണം കൊടുക്കുമ്പോൾ 3 മാസത്തെ പരിശീലനമെങ്കിലും നൽകണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്കും ആ നിലയിൽ സ്ത്രീകളായതുകൊണ്ട് മാത്രം പണം നൽകരുത് എന്നുള്ളൊരു പരാമർശമാണ് അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയത്. വലിയ വിമർശനമാണ് ഇതിനെതിരെ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഉയരുന്നത്. പ്രത്യേകിച്ചും അല്പസമയം മുൻപ് ഡോക്ടർ ബിജു ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റ് സാധാരണ ഈ പ്രഗത്ഭത മാത്രം കൈമുതലാക്കിയ മനുഷ്യർക്ക് സിനിമ എടുക്കാമെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും ഒപ്പം തന്നെ വനിതകൾക്കും ആ നിലയിൽ തന്നെ സിനിമ എടുക്കാം. അതല്ലാതെ അവരെ മാത്രം ഒരു പ്രത്യേകതരം കണ്ണാടി കൊണ്ട് കാണുന്നത് കൊണ്ടാണ് അവർക്ക് 3 മാസത്തെ പരിശീലനം വേണമെന്നൊക്കെ പറയുന്നത് എന്നുള്ളതാണ്. ഈ വേദിയിൽ നേരത്തെ മന്ത്രി അതിനുശേഷം മാധ്യമങ്ങളോട് അടൂർ ഗോപാലകൃഷ്ണനെ ന്യായീകരിച്ചെങ്കിലും വേദിയിൽ വെച്ച് അടൂർ ഗോപാലകൃഷ്ണനെ തിരുത്തുന്ന നിലപാടായിരുന്നു സ്വീകരിച്ചത്. ഈ പണം കൊടുക്കുന്നത് അവർ പ്രഗത്ഭരായ സംവിധായകരായതുകൊണ്ട് തന്നെയാണ്. അതിന് പ്രത്യേക സമിതിയുണ്ട്. മാത്രമല്ല 50 ലക്ഷം രൂപ വെച്ച് ഈ 1.5 കോടി മാറ്റി 50 ലക്ഷം വെച്ച് 3 പേർക്ക് നൽകാമെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. പക്ഷേ 1.5 കോടിക്ക് പോലും ഒരു സിനിമ ഇപ്പോൾ തീരില്ല എന്നുള്ളതും അടൂർ ഗോപാലകൃഷ്ണനോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ടാണ് മറുപടി പറയുന്നതെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ വേദിയിൽ വെച്ച് തന്നെ ശ്രീകുമാരൻ തമ്പിയും ഈ പരാമർശത്തിന് മറുപടി നൽകിയിരുന്നു. താൻ ഒരു സിനിമ പഠിക്കാതെയാണ് സിനിമ നിർമ്മിച്ചത്, സിനിമ നിർമ്മിച്ചാണ് താൻ സിനിമ പഠിച്ചത് എന്നുള്ളതായിരുന്നു ശ്രീകുമാരൻ തമ്പിയുടെ മറുപടി. എസ്കേൻ,
എറണാകുളത്ത് നവജാത ശിശുവിനെ മറ്റൊരു കുടുംബത്തിന് കൈമാറിയ കേസിൽ അമ്മയുടെ ആൺ സുഹൃത്ത് അറസ്റ്റിലായി. 4 ദിവസം പ്രായമുള്ള കുഞ്ഞിനെയാണ് ഇവർ കൈമാറിയത്. കുഞ്ഞിൻ്റെ അമ്മയെ വനിതാ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് തത്സമയം പ്രൈം ടൈമിൽ ചേരുകയാണ്. വിഷ്ണു, വിവരങ്ങൾ. SKN വിവാഹേതര ബന്ധത്തിലുണ്ടായ 4 ദിവസം മാത്രം പ്രായമുള്ള ആൺകുഞ്ഞിനെയാണ് യുവതിയും അതോടൊപ്പം തന്നെ അങ്കമാലി സ്വദേശിയായ ടോണിയും ചേർന്ന് ഉപേക്ഷിച്ചത്. 26-ാം തീയതിയാണ് കുഞ്ഞിനെ ഇവർ മെഡിക്കൽ കോളേജിൽ പ്രസവിച്ചത്. അതിനുശേഷം 2-ാം തീയതി അവിടെ നിന്ന് ഡിസ്ചാർജായി. അതിന് പിന്നാലെയാണ് കുഞ്ഞിനെ ബിനാനിപുരത്തുള്ള ഒരു വീട്ടിൽ ഉപേക്ഷിച്ചത്. ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്ന കാര്യം ഈ പെൺകുട്ടി അല്ലെങ്കിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തുമെന്ന കാര്യം ഈ യുവതി തന്റെ സുഹൃത്തിനോട് പറഞ്ഞിരുന്നു. ആ സുഹൃത്താണ് പോലീസിന് ഈ വിവരം കൈമാറിയത്. തുടർന്നാണ് പോലീസ് ഈ കാര്യങ്ങളിൽ നിരീക്ഷണം ഉണ്ടാക്കുകയും ഇതിനെ നിരീക്ഷിച്ച് ഈ കുഞ്ഞിനെ ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടി ബിനാനിപുരത്തെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത്. കുഞ്ഞ് അവശ നിലയിലായിരുന്നു. പോലീസ് എത്തിയില്ലായിരുന്നെങ്കിൽ കുഞ്ഞിന് ജീവൻ തന്നെ നഷ്ടപ്പെടുമായിരുന്നു. തുടർന്ന് ഇവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയപ്പോൾ ഇവർ മുനമ്പത്തുള്ള ഒരു ലോഡ്ജിൽ താമസിക്കുകയായിരുന്നു. 2 പേരെയും കസ്റ്റഡിയിലെടുത്തു. കുഞ്ഞിനെയും അതോടൊപ്പം തന്നെ അമ്മയും ആരോഗ്യ പ്രശ്നമുള്ളതിനാൽ മറ്റ് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി. ടോണി എന്ന യുവാവിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവർ 2 പേരും മറ്റു വിവാഹം ചെയ്ത ആളുകളാണ്. ഈ യുവതിക്ക് മറ്റൊരു 10 വയസ്സുകാരനായ കുഞ്ഞുണ്ട്. പക്ഷേ ഭർത്താവുമായി അകൽച്ചയിലാണ്. അതിനിടയിലാണ് ഈ ടോണിയുമായി അടുപ്പത്തിലാവുന്നത്. ടോണിക്ക് 3 കുട്ടികളുണ്ട്. അപ്പോ ഈ ബന്ധത്തിലുണ്ടാകുന്ന കുഞ്ഞ് പുറത്തു വന്നാൽ അത് വലിയ മാനക്കേടുണ്ടാകും എന്ന പശ്ചാത്തലത്തിലാണ് കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ തയ്യാറായത് എന്നുള്ളതാണ് ഇരുവരും നൽകിയിട്ടുള്ള മൊഴി. വിശദമായ അന്വേഷണം പോലീസ് നടത്തും. ഒപ്പം യുവതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. നിലവിൽ JJ ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു വിഷ്ണു. SKN 40 ജ്യോതിർഗമയ തുടങ്ങി. SKN 40യുടെ 2ാം ഘട്ടം ജ്യോതിർഗമയ ബറോഡ ഗംഭീരമായി ഇന്ന് രാവിലെ തുടങ്ങി. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചടങ്ങിന് ആശംസ നേർന്നു. MP രാജേഷ് ആയിരുന്നു അധ്യക്ഷൻ. ലഹരി മാഫിയയുടെ പിടിയിൽ നിന്ന് കേരളത്തിലെ മോചിപ്പിക്കുക എന്നതാണ് 1 വർഷം നീണ്ടുപോകുന്ന പ്രചാരണ പരിപാടിയുടെ മുഖ്യ ഊന്നൽ. ജ്യോതിർഗമയ ആരംഭിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇത് SKN 40യുടെ 2ാം ഘട്ടമാണ്. ആദ്യകാലത്തിൽ നമ്മൾ 30 ദിവസങ്ങളിലൂടെ കേരളത്തിലുടനീളം യാത്ര ചെയ്തു. അന്ന് കണ്ട പല കാര്യങ്ങളും നമ്മളെ നടുക്കി. നമ്മൾ പലതും ജനങ്ങളോട് തുറന്നു പറഞ്ഞു. ഏറ്റവും അവസാനത്തെ MDMA-കാരനും രാസലഹരിക്കാരനും കേരളം വിട്ടുപോകാനുള്ള നമ്മുടെ യജ്ഞം തുടരുകയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ ഇന്ത്യൻ മീഡിയ കണ്ട ഏറ്റവും വലിയ ബോധവൽക്കരണ യജ്ഞത്തിന് നമ്മൾ ഇന്നിവിടെ തുടക്കമിടുകയാണ്. വിദ്യാലയങ്ങളിലും കോളേജുകളിലും വിപുലമായ ബോധവൽക്കരണ പരിപാടികളാണ് SKN 40 2ാം ഘട്ടമായ ജ്യോതിർഗമയയുടെ ഭാഗമായി 24 സംഘടിപ്പിക്കുന്നത്. പ്രചാരണ പരിപാടിക്ക് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ തുടക്കമായി. ശ്രീകണ്ഠൻ നായർ ഫ്ലവേഴ്സ് ചാനലിന്റെ ചീഫ് എക്സിക്യൂട്ടീവിന്റെ നേതൃത്വത്തിൽ കേരളം ഒട്ടാകെ ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നടത്തിയ യാത്രയുടെ ഭാഗമായി 2ാം ഘട്ട യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഒരു ടെലിവിഷൻ ചാനൽ എന്നുള്ള നിലയിൽ ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഏറ്റെടുത്തത് ന്യൂസ് 24 എന്ന് പറഞ്ഞ ചാനൽ മാത്രമാണ് എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. മന്ത്രി MP രാജേഷ് അധ്യക്ഷനായിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ജ്യോതിർഗമയയ്ക്ക് ആശംസ നേർന്നു. 24-ൽ രാവിലെ 11-ന് തുടങ്ങിയ ജ്യോതിർഗമയയിൽ വിവിധ കലാപരിപാടികളും കുട്ടികളുടെ സിംപോസിയവും നടന്നു. സംസ്ഥാനത്തെ 1001 സ്കൂളുകളിലും കോളേജുകളിലുമായി 1 വർഷം നീളുന്ന പരിപാടികളോടെയാണ് ജ്യോതിർഗമയ സംഘടിപ്പിക്കപ്പെടുന്നത്. അറിവാണ് ലഹരി എന്ന് കേരളത്തെ പഠിപ്പിച്ച മഹാഗുരു പ്രൊഫസർ MK സാനുവിന് പ്രണാമമർപ്പിച്ചുകൊണ്ടാണ് ജ്യോതിർഗമയയ്ക്ക് തുടക്കം കുറിച്ചത്. ലഹരിയിൽ നിന്ന് മുക്തി നേടിയവർ അടക്കമുള്ളവർ പരിപാടിയിൽ അനുഭവങ്ങൾ പങ്കുവച്ചു. ന്യൂസ് ഡെസ്ക് 24. SKN 40യുടെ 2ാം ഘട്ടം ജ്യോതിർഗമയ തുടരും. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് അണിചേരുക. നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്ത് കേരളത്തെ ലഹരിമുക്തമാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സഹകരണത്തോടെയാണ് നമ്മൾ ഈ ജ്യോതിർഗമയ തുടരുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ പ്രതിസന്ധിയിൽ തുറന്നുപറച്ചിൽ നടത്തിയ ഡോക്ടർ ഹാരിസ് ഹസനെതിരായ ആരോഗ്യവകുപ്പ് നീക്കങ്ങൾക്കെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ രംഗത്ത് വന്നു. ആരോഗ്യവകുപ്പിന്റെ നീക്കത്തെ ശക്തമായി ചെറുക്കുമെന്ന് IMA അറിയിച്ചു. ഈ വിഷയത്തിൽ ഇനി പ്രതികരിക്കാനില്ലെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും പറഞ്ഞു. ഡോക്ടർ ഹാരിസ് ഹസന്റെ വെളിപ്പെടുത്തലിൽ അച്ചടക്ക നടപടിക്ക് സാഹചര്യമൊരുക്കുകയാണ് ആരോഗ്യവകുപ്പ്. എന്നാൽ
ആരോഗ്യവകുപ്പ് നീക്കത്തെ ശക്തമായി എതിർക്കാൻ ഡോക്ടേഴ്സിന്റെ സംഘടന തീരുമാനിച്ചു. KGMCTAക്ക് പിന്നാലെ IMAയും ഹാരിസിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. പ്രതികാര നടപടി നിസ്വാർത്ഥമായി ജനസേവനം നടത്തുന്ന ആരോഗ്യ പ്രവർത്തകരുടെ ആത്മവീര്യം തകർക്കുമെന്നും ബ്യൂറോക്രാറ്റിക് ധാർഷ്ട്യങ്ങൾക്കെതിരെ ജനങ്ങൾ അണിനിരക്കണമെന്നും IMA പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ പറയേണ്ടതെല്ലാം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഞാൻ ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. വകുപ്പുതല അന്വേഷണത്തിന്റെ ഭാഗമായി ഹാരിസ് ഹസന്റെ ഹിയറിംഗ് നാളെ DME തലത്തിൽ നടക്കും. കാരണം കാണിക്കൽ നോട്ടീസിന് ഹാരിസ് ഹസൻ മറുപടിയും നൽകും. അതിനിടെ മെഡിക്കൽ കോളേജിൽ നിന്ന് കാണാതായ ഉപകരണം അപകടം പിടിച്ചതെന്ന വെളിപ്പെടുത്തലുമായി ഡോക്ടർ ഹാരിസ് രംഗത്തെത്തി. സുരക്ഷിതമല്ലാത്തതിനാൽ ഉൽപാദനം കമ്പനികൾ നിർത്തിയെന്നും അടുത്ത കാലത്താണ് മുന്നറിയിപ്പ് ലഭിച്ചതെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ ഹാരിസ് പറഞ്ഞു. 24 തിരുവനന്തപുരം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈമിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലഹരി ഇടപാട് പരിശോധനയ്ക്കിടെ പോലീസിനെ ആക്രമിച്ച കേസിൽ പിടിയിലായ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസിന്റെ സഹോദരൻ PK ബുജൈറിനെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. സംഭവത്തിൽ സഹോദരൻ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്നാണ് PK ഫിറോസിന്റെ അഭിപ്രായം. PK ബുജൈറും കഞ്ചാവ് കേസിലെ പ്രതി റിയാസും തമ്മിലെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട ചില ചാറ്റുകൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ട് കോഴിക്കോട് കുന്നമംഗലം ചൂലാംവയൽ ബസ് സ്റ്റോപ്പിന് സമീപത്ത് വെച്ചാണ് PK ബുജൈറിനെ പോലീസ് പിടികൂടിയത്. ലഹരി വിൽപ്പന നടത്തുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലെ വാഹന പരിശോധനയ്ക്കിടെ പ്രകോപിതനായ ബുജൈർ സിവിൽ പോലീസ് ഓഫീസർ അജീഷിനെ മർദ്ദിക്കുകയായിരുന്നു. പോലീസിനെ ആക്രമിച്ചതിനും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമാണ് കേസ്. PK ബുജൈറും കഞ്ചാവ് കേസിലെ പ്രതി റിയാസും തമ്മിലെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട ചാറ്റുകൾ പോലീസ് കണ്ടെടുത്തു. ബുജൈറിന്റെ വാഹനത്തിൽ നിന്ന് കഞ്ചാവ് പൊതിയുന്ന കടലാസും അനുബന്ധ സാമഗ്രികളും പിടികൂടി. സഹോദരനെ സംരക്ഷിക്കില്ലെന്ന് PK ഫിറോസിന്റെ വിശദീകരണം. CPM പ്രവർത്തകനായ റിയാസ് തൊടുകയിലാണ് ലഹരി ഇടപാട് നടത്തിയതെന്ന് പോലീസ് പറയുന്നു. അയാൾ ഇന്നലെ തന്നെ അദ്ദേഹത്തെ പോലീസ് വിട്ടയക്കുന്നു. CPMന്റെ ലോക്കൽ കമ്മിറ്റി നേതാക്കൾ മുതലുള്ള നേതാക്കന്മാരാണ് അദ്ദേഹത്തെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ അദ്ദേഹവുമായി എൻ്റെ സഹോദരൻ വാട്സപ്പ് ചാറ്റ് നടത്തി എന്നുള്ളതാണ് പോലീസിൻ്റെ ആക്ഷേപം. എന്നാൽ എൻ്റെ സഹോദരനെ കാണാൻ വേണ്ടിയോ അദ്ദേഹത്തിന് സ്റ്റേഷനിൽ ഇറക്കിക്കൊണ്ടുപോകാനോ ഒരു ലീഗ് പ്രവർത്തകനും കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല. നിങ്ങൾക്കത് അന്വേഷിക്കാം. PK ഫിറോസിനെതിരെ ബിനീഷ് കോടിയേരും KT ജലീലും ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു. PK ബുജൈറിനെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. കുന്നമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. 24 കോഴിക്കോട്. ലഹരി ഇടപാട് പരിശോധനയ്ക്കിടെ സഹോദരൻ അറസ്റ്റിലായ സംഭവത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിനെതിരെ CPIM രംഗത്ത് വന്നു. PK ബുജൈറിന്റെ കൂട്ടുപ്രതി റിയാസിനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയത് CPM നേതാക്കളാണെന്ന് ഫിറോസ് കള്ളം പ്രചരിപ്പിക്കുന്നതായി കുന്നമംഗലം ഏരിയ സെക്രട്ടറി P ഷൈബു പറഞ്ഞു. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. സമീർ, വിശദാംശങ്ങൾ. SKN മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിന്റെ സഹോദരൻ PK ബുജൈർ അറസ്റ്റിലായി. ആ വ്യക്തി അതുമായി ബന്ധപ്പെട്ടപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. ഈ വേളയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് അല്പസമയം മുമ്പ് PK ഫിറോസ് മാധ്യമങ്ങളെ കണ്ടത്. ആ വേളയിൽ അദ്ദേഹം പറയുന്നത് ഈ വ്യക്തി, അതായത് PK ബുജൈറും അതുപോലെ തന്നെ ഈ കേസിലെ മറ്റൊരു പ്രതിയായിട്ടുള്ള റിയാസ് തൊടുകയിലുമാണ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരുന്നത്. ഇതിൽ ഈ റിയാസ് തൊടുകയിലിനെ രക്ഷപ്പെടുത്താൻ CPMന്റെ നേതാക്കൾ ഇടപെട്ടു. അങ്ങനെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ അവിടെ എത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ പ്രതിയെ ഇറക്കിക്കൊണ്ടുപോയത്. അതേസമയം തന്നെ ബുജൈറിനെ പക്ഷേ ജാമ്യം കിട്ടിയില്ല. ആ വ്യക്തിക്ക് പിന്നീട് പുറത്തിറങ്ങാനും കഴിഞ്ഞില്ല, റിമാൻഡിലാവുന്ന സാഹചര്യമുണ്ടായി. ഈ വിഷയത്തിലൊക്കെ തന്നെ വ്യക്തമാവുന്നത് CPIMന്റെ ഇടപെടലാണ് എന്നുള്ള ഒരു വിമർശനമാണ്, അത്തരത്തിലുള്ള ഒരു ആക്ഷേപമാണ് PK ഫിറോസിന്റെ ഭാഗത്തു നിന്ന് വന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ കുന്നമംഗലം ഏരിയ സെക്രട്ടറി PK ഷൈബു ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. ആ വാർത്താക്കുറിപ്പിൽ അദ്ദേഹം പറയുന്നത് PK ഫിറോസ് പറയുന്നത് കള്ളമാണ്. റിയാസുമായി CPIMന് ഒരു ബന്ധവുമില്ല. മാത്രമല്ല റിയാസിനെ രക്ഷപ്പെടുത്താനോ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോകാനോ CPIMന്റെ നേതാക്കൾ ഇടപെട്ടിട്ടുമില്ല. ഇത്തരം ഒരു സാഹചര്യമാണ് ഉള്ളത്. മാത്രമല്ല ഫിറോസ് പറയുന്ന ഒരു രാഷ്ട്രീയം വെച്ച് പറയുമ്പോൾ ഈ CPIM പ്രവർത്തകനാണ് റിയാസ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ തന്നെ മറ്റൊരു കാര്യമുള്ളത് ബുജൈറിനും മുസ്ലിം ലീഗുമായി ഒരു ബന്ധവുമില്ല എന്നുള്ള കാര്യവും PK ഫിറോസ് പറയുന്നുണ്ട്. എന്നാൽ ബുജൈറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നിലപാടും ഒക്കെ പരിശോധിക്കുമ്പോൾ മുസ്ലിം ലീഗുകാരനാണ് എന്ന് വ്യക്തമാവുന്നു എന്നാണ് CPIM പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ മുൻ MLA M സ്വരാജിനെതിരെയും ഒക്കെ നിരന്തരം ഫേസ്ബുക്കിലൂടെ അധിക്ഷേപിച്ച സംഭവങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് ബുജൈറും മുസ്ലിം ലീഗ് അനുഭാവി തന്നെയാണ് എന്ന കാര്യമാണ് എന്നും CPIM പറയുന്നു. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള അന്വേഷണം വേണം. ഒരു വിധത്തിലും CPIM ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുമില്ല എന്ന കാര്യമാണ് ഇപ്പോൾ പ്രസ്താവനയിൽ CPIM കുന്നമംഗലം ഏരിയ സെക്രട്ടറി വ്യക്തമാക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു സമീർ സി മുഹമ്മദ്. സർവകലാശാലകളിലെ സ്ഥിരം VC നിയമനത്തിൽ സമവായ നീക്കവുമായി സർക്കാർ.
ഗവർണറുമായി മന്ത്രിമാരായ പി രാജീവും ഡോക്ടർ ആർ ബിന്ദുവും ഇന്ന് കൂടിക്കാഴ്ച നടത്തി. ചർച്ചകൾ പോസിറ്റീവ് എന്നാണ് മന്ത്രി പി രാജീവ് പ്രതികരിച്ചത്. അതിനിടെ സാങ്കേതിക സർവകലാശാലയുടെ പ്രവർത്തനം അതീവ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നുവെന്ന് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നു. VC നിയമനങ്ങളിലെ പ്രതിസന്ധി മറികടക്കാനാണ് മന്ത്രിമാർ ഗവർണറെ കണ്ടത്. താൽക്കാലിക VC നിയമനങ്ങളിൽ സുപ്രീം കോടതി വിധി ഗവർണർ മറികടന്നെന്ന് മന്ത്രിമാർ അറിയിച്ചു. യഥാർത്ഥത്തിൽ സുപ്രീം കോടതി വിധി വരുന്നതിന് മുമ്പ് ചാൻസലറും ഗവൺമെന്റും തമ്മിലുള്ള ചർച്ചകൾ ആരംഭിച്ചിരുന്നു. ആ ചർച്ചകൾക്കിടയിലാണ് ആ വിധി വന്നത്. അത് കുറെ കൂടി ആധികാരികത ഇത്തരം ചർച്ചകൾക്ക് ഉണ്ടായിട്ടുണ്ട്. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക VC നിയമനമെന്നായിരുന്നു ഗവർണറുടെ മറുപടി. കേരള സർവകലാശാല ഉൾപ്പെടെ വിവിധ സർവകലാശാലകളിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്ന് മന്ത്രിമാർ ആവശ്യപ്പെട്ടു. അതിനിടെ സംസ്ഥാന സർവകലാശാലകളിലെ ഭരണ പ്രതിസന്ധി ഗുരുതരമാവുകയാണ്. കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത് കേൾക്കരുതെന്നാണ് ജീവനക്കാർക്ക് വൈസ് ചാൻസലറുടെ നിർദ്ദേശം. സാങ്കേതിക സർവകലാശാലയിൽ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് അച്ചടിക്കാനോ തപാൽ വഴി അയക്കാനോ പണമില്ലെന്ന് ജീവനക്കാർ പറയുന്നു. നിരവധി സാമ്പത്തിക പ്രശ്നങ്ങൾ. ഒന്ന്, ക്ലൗഡ് മാനേജ്മെൻറ്റ് 3 മാസത്തെ ബില്ല് കൊടുത്തിട്ടില്ല. പിന്നെ ഒരു മാസം ഏകദേശം 86 ലക്ഷം രൂപ കൊടുത്ത് നമ്മുടെ സോഫ്റ്റ്വെയർ സൈഡ് മെയിൻറ്റെയിൻ ചെയ്യാനുണ്ട്. അതിൻ്റെ കാശും ബ്ലോക്കായിരിക്കുകയാണ്. പിന്നെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി, ഏഷ്യാനെറ്റ്, K-ഫോൺ, BSNL ഈ 3 സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ കാശും മുടങ്ങിയിരിക്കണം. മൊത്തത്തിൽ യൂണിവേഴ്സിറ്റി ഒരു സ്തംഭനാവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സിൻഡിക്കേറ്റ് യോഗം ചേർന്നാലേ ശമ്പളത്തിനടക്കം ബജറ്റ് വിഹിതം അനുവദിക്കാൻ കഴിയൂ. അധികാര തർക്കത്തെ തുടർന്ന് സിൻഡിക്കേറ്റ് യോഗം ചേരാത്തതാണ് സാങ്കേതിക സർവകലാശാലയിലെ പ്രതിസന്ധിക്ക് കാരണം. പ്രതിസന്ധി രൂക്ഷമായിട്ടും ഇടപെടാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോ ചാൻസലറോ ഇതുവരെ തയ്യാറായിട്ടുമില്ല. ഇത് ബാധിക്കുന്നത് വിദ്യാർത്ഥികളെയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. പത്തനംതിട്ടയിലെ പുല്ലാട് യുവതിയെ ഭർത്താവ് കുത്തിക്കൊലപ്പെടുത്തി. ആലുംതറ സ്വദേശിനി ശ്യാമ എന്ന ഷാരിമോളാണ് കൊല്ലപ്പെട്ടത്. തടയാൻ ശ്രമിച്ച ഭാര്യ പിതാവിനും ബന്ധുവിനും കുത്തേറ്റു. ഒളിവിൽ പോയ പ്രതി ജയകുമാറിനായി പോലീസ് തെരച്ചിലിപ്പോൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. കുടുംബവഴക്കിനിടെ ജയകുമാർ കയ്യിൽ കരുതിയ കത്തിയെടുത്ത് ഭാര്യ ശ്യാമയെ കുത്തുകയായിരുന്നു. തടയാനെത്തിയ ഭാര്യാപിതാവ് ശശി, അയൽവാസിയും ബന്ധുവുമായ രാധാമണി എന്നിവർക്കും കുത്തേറ്റു. 3 പേരെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പുലർച്ചെയോടെ ഷാരിമോൾ മരിച്ചു. അവർ ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാകുമ്പോൾ ഇന്ന് വരെ പിള്ളേർ കിടന്ന് കരയുകയൊക്കെ ചെയ്യും. അതിന് ഞങ്ങളിങ്ങനെ പല പ്രാവശ്യമായി, പിന്നെ ഞങ്ങളെ അത് ചെക്ക് ചെയ്യത്തില്ല. ഇന്നലെ കുത്തുണ്ടായെന്ന് അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വന്നപ്പം കുത്തുകൊണ്ട് വണ്ടി കയറ്റിക്കൊണ്ട് പോയി വരും. സംശയരോഗിയായ ജയകുമാർ വീട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നത് പതിവെന്ന നാട്ടുകാർ. സ്ഥിരം ഇതേ ഉള്ളൂ. സംശയരോഗം കൊണ്ടാണ് ഇത് നടക്കുന്നത്. സംഭവം നടന്നത് ആദ്യം അടിക്കും, നല്ലപ്പോഴൊക്കെ അടിക്കുമെന്ന് തോന്നുന്നു. വലിയ സഹകരണവും കാര്യങ്ങളൊന്നുമില്ല. പുള്ളി പണിക്ക് പോവുക, വീട്ടിൽ വരിക, വഴക്കുണ്ടാക്കുക. ശശിയുടെ നെഞ്ചിലാണ് കുത്തേറ്റത്. നില ഗുരുതരമാണ്. രാധാമണി അപകടനില തരണം ചെയ്തതായാണ് വിവരം. പോലീസും ഫോറൻസിക്കും സംഭവസ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. 24 പത്തനംതിട്ട. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക്. ധർമ്മസ്ഥലയിലെ നിഗൂഢതകൾ, സ്പന്ദിക്കുന്ന അസ്ഥിമാടങ്ങൾ. മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ കർണാടകയിലെ ധർമ്മസ്ഥലയിൽ മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധന നാളെയും തുടരും. ഇന്ന് പരിശോധന ഉണ്ടായിരുന്നില്ല. 3 സ്പോട്ടുകളിലെ പരിശോധനയാണ് അവശേഷിക്കുന്നത്. 6-ാം നമ്പർ സ്പോട്ടിൽ നിന്ന് മാത്രമാണ് ഇതുവരെ അസ്ഥികൾ ലഭിച്ചത്. 5 ദിവസമെടുത്ത് പൂർത്തിയാക്കാനായത് 10 സ്പോട്ടുകളിലെ പരിശോധന. ഇതിൽ 6-ാം സ്പോട്ടിൽ നിന്ന് മാത്രമാണ് അസ്ഥികൾ കണ്ടെത്താനായത്. 15-ലധികം അസ്ഥികളുടെ ഫോറൻസിക് പരിശോധന നടക്കുന്നു. വനത്തോട് ചേർന്നുള്ള ശേഷിക്കുന്ന 3 സ്പോട്ടുകളും നാളെ പരിശോധിക്കാനാണ് നീക്കം. എന്നാൽ ഏതെങ്കിലും സ്പോട്ടിൽ നിന്ന് അസ്ഥി ലഭിച്ചാൽ മറ്റ് സ്പോട്ടുകളിലേക്ക് പരിശോധന കടക്കില്ല. പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷം ഫോറൻസിക് പരിശോധനാ ഫലം കൂടി വന്നാൽ മാത്രമേ അടുത്ത ഘട്ടത്തിലെ സ്പോട്ട് മാർക്കിങ്ങിലേക്ക് കടക്കുകയുള്ളൂ. നേരത്തെ വെള്ളപ്പൊക്കം ബാധിച്ച പ്രദേശമാണിതെല്ലാം. ഇടവിട്ട് പെയ്യുന്ന കനത്ത മഴ പരിശോധനയെ ബാധിക്കുന്നുണ്ട്. അതിനിടെ സാക്ഷിയെ SIT സംഘാംഗം ഭീഷണിപ്പെടുത്തിയെന്ന പരാതി കല്ലുകടിയായി. അന്വേഷണ സംഘം ഇതും ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്. മുഹമ്മദ് റഹീസ്, 24, ധർമ്മസ്ഥല. ഇതോടെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്കൊരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് നൈറ്റ്.